ഹായ് ഗൈസ്. സോ നമ്മൾ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാം. ഡേ 3 മെയിൻലി നമ്മൾ ഇന്ന് കാർഡിയോ സെക്ഷനാണ് ചെയ്യുന്നത്. കാരണം ബോഡി റിക്കവറി മോഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കാരണം ഡേ 1 ഡേ 2 നമ്മൾ മോസ്റ്റ്ലി വെയ്റ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. അതും അപ്പർ ബോഡി ലോവർ ബോഡിയും ചെയ്തുകൊണ്ട് ഇന്ന് നമുക്കൊരു റിക്കവറി മോഡായിട്ട് കാർഡിയോ എടുക്കാം. സോ ഞാൻ വാമപ്പായിട്ട് സ്റ്റാർട്ടിങ് തന്നെ ഇന്ന് ഇൻക്ലൈൻ ട്രെഡ്മിൽ വാക്കാണ് ചെയ്തത്. അതൊരു 5 to 10 minutes ആണ്. അതിനുശേഷം നോർമൽ നമ്മൾ ഡെയിലി ചെയ്യാറുള്ള സ്ട്രെച്ചിങ് ചെയ്യുക. സ്ട്രെച്ചിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഡേ വൺ റെഫർ ചെയ്യുക, അതല്ലെങ്കിൽ ഡേ 2 റെഫർ ചെയ്യുക. എന്നാലും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്താലും കുഴപ്പമില്ല. ഇത് എനിക്ക് ഇഷ്ടമായിട്ടുള്ള എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് ഞാൻ കുറച്ച് സ്ട്രെച്ചിങ്ങാണ് ഞാൻ അതിൽ ചെയ്യാറുള്ളത്. മെയിൻലി ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇതിൽ ഞാൻ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ള കാർഡിയോ സെക്ഷനാണ്. സോ നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങളത് കണ്ട് അതേപോലെ ചെയ്യുക. സോ കൗണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആബ്സിനുള്ള വർക്കൗട്ട് ഒഴികെ ബാക്കി എല്ലാതും 30x3 ആണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആബ്സിൻ്റെ വർക്കൗട്ട്സ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 കൗണ്ട്സ് x3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ബാക്കി കോമൺ എല്ലാ കാർഡിയോ വർക്കൗട്ട്സിനും മാക്സിമം 30 റെപ്സ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, സോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഈ സെയിം വർക്കൗട്ട് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ കാർഡിയോ സെക്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡിയോ സെക്ഷൻ ഇൻസേർട്ട് ചെയ്യാം. ഇതാകുമ്പോൾ ഫുൾ ബോഡി എഫക്റ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആബ്സിനാണ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് ബോഡി നമ്മുടെ ആദ്യം ഫുള്ളായിട്ട് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം, അതായത് ഒരു പൊസിഷനിൽ. അത് കഴിഞ്ഞ് ഒരു 50 സെക്കൻഡ്സ് കൗണ്ട് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് മാറ്റി, അത് കഴിഞ്ഞ് ഒന്നുകൂടി ലോവറിലേക്ക് താഴ്ത്തി, പിന്നെ ഒരു 90 ആംഗിളിൽ സ്റ്റേഡി ആയിട്ട് നിൽക്കുന്ന സെക്ഷൻ കൂടി ഉണ്ട് ഇതിൽ തന്നെ. സോ ഇതൊക്കെ ആബ്സിനാണ് മെയിൻലി ടാർഗറ്റ് ചെയ്യുക. ഇതൊക്കെ 50 സെക്കൻഡ്സ് ആണ് മാക്സിമം ചെയ്യേണ്ടത്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 90 ഡിഗ്രി. അതും ഇതേപോലെ തന്നെയാണ് ഹാങ് ചെയ്ത് പിടിക്കുക. സോ മാക്സിമം നമ്മുടെ ആബ്സ് ടാർഗറ്റഡ് ഇരുന്നോളും. ഇത് കഴിഞ്ഞത് റഷ്യൻ ട്വിസ്റ്റാണ്. നിങ്ങൾക്ക് ബേസിക്കലി അറിയാമെന്ന് വിചാരിക്കുന്നു. ഡേ 2 നമ്മളിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നല്ലതാണ് നമ്മുടെ സൈഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ബേൺ ചെയ്യാനായിട്ട്. പിന്നെ ബേസിക്കലി ഏറ്റവും കൂടുതൽ ഫുൾ ബോഡി വർക്ക്ഔട്ടാണ് ഞാൻ ഇന്ന് മെയിൻലി ടാർഗറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാർഡിയോ വർക്കൗട്ട്സും. സോ അത് ചെയ്യുന്നതോടെ നിങ്ങളെ ബോഡി ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്ഫുള്ളാക്കും. ആൻഡ് മൗണ്ടൻ ക്ലൈം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ലെഗ്, ചെസ്റ്റ്, ഷോൾഡർ എല്ലാത്തിൽക്കും മാക്സിമം കോർ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് ഷോൾഡർ ടച്ചാണ് ബേസിക്കലി ഇതിനെ വിളിക്കുന്ന പേര്. ഇത് നമ്മൾ ജസ്റ്റ് പ്ലാങ്ക് പൊസിഷൻ നിൽക്കുക, ഫുൾ പ്ലാങ്ക് പൊസിഷൻ നിൽക്കുക, എന്നിട്ട് നമ്മുടെ ഓൾ ഷോൾഡറിൽ ഓരോ കൈ തൊടുക. ഇത് ആക്ച്വലി പ്ലാങ്ക് ആണ്. സോ ഫുഡ് സെക്ഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു ചപ്പാത്തി, 3 എഗ് വൈറ്റ്, പിന്നെ പയർ, ഗ്രീൻ പയറാണ്. അത് ഞാൻ കുക്കറിൽ ഉപ്പും കുരുമുളകും കൂടി മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ജസ്റ്റ് വേവിച്ചിട്ടുള്ളതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾക്കിന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അതിന് ഫോട്ടോയിലുണ്ട്. ടു ബി ഫ്രാങ്ക്, എന്തുണ്ടെങ്കിലും നമ്മൾ ആ കേക്കൊന്നും കഴിച്ചിട്ടില്ല. അത് കഴിക്കാൻ പാടില്ല. നമ്മൾക്ക് ഓൾറെഡി ഷുഗർ കട്ടാണ്, ഓയിൽ കട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഫുഡ് സെക്ഷനിൽ അത് പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ മാത്രമാണ് ചിക്കൻ വെജിറ്റബിൾസാണ് ഓർഡർ ചെയ്തത്. രാത്രി ഞാൻ ഡിന്നറായിട്ട് പ്രോട്ടീൻ ഷേക്കാണ് എടുത്തത്. സോ നമുക്ക് ബാക്കി കാണാം നാളെ.